കാര്യമായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇൻഫർമേഷൻ കൃത്യമായിട്ട് കിട്ടുക, അത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻസും കൃത്യമായിട്ട് വരണം. അസൈൻമെന്റ്സ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, നോർമലി വെച്ചാൽ മതിയോ, ഈവൻ അതിനകത്തെ പെന്നിന്റെ ഇങ്ക് പോലും അവര് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അതെല്ലാവർക്കും അറിയണം എന്നില്ല. അപ്പൊ കൃത്യമായിട്ടുള്ള കാര്യങ്ങള് ഗ്രൂപ്പിലുള്ള എല്ലാവരെയും അറിയിക്കുക. അതേപോലെ തന്നെ കൃത്യസമയത്ത് തന്നെ ലാഗ് വരാതെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനാണെങ്കിലും എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനാണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യാനാണെങ്കിലും ഉള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഗ്രൂപ്പിൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഞാൻ അതിന്റെ ഭാഗമാവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടുതൽ പഠിക്കുക, അതുകൊണ്ട് കൂടുതൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാറിന്റെ കോഅഡ്മിനായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഓക്കെ, ഇതിനോടൊപ്പം രണ്ട് കാര്യവും കൂടി ഞാൻ കൂട്ടി യോജിപ്പിച്ചോട്ടെ. ഒരു റിട്ടയർഡ് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള മിസ് ജയലക്ഷ്മി, അവര് നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പിലെ MSO സ്റ്റുഡന്റ് ആണ്. അതുപോലെ തന്നെ ഒരു മിസ് രാജേശ്വരി ടീച്ചർ, അവരും. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ഇത്തിരി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് MSOയിൽ. ഏകദേശം 6ഓളം കുട്ടികൾ, സ്റ്റുഡൻസ്, കുട്ടികൾ എന്നതിന്റെ വായിൽ അങ്ങനെ വരുന്നു, 6ഓളം മെച്ചുവേർഡ് ആയിട്ടുള്ള MSO സ്റ്റുഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ MSOനോടൊപ്പം തന്നെ MA ഡെവലപ്മെന്റ് സ്റ്റഡിയും MA എക്കണോമിക്സും MA ഹിസ്റ്ററിയും MA പൊളിറ്റിക്കൽ സയൻസും നമ്മൾ ചേർത്തിയിട്ട് ഒരു 30 പേരുടെ ഒരു ഗ്രൂപ്പ് ആക്കും. ഇവർക്കെല്ലാം ഉള്ള പ്രത്യേകത, ഇവർക്കൊക്കെ ഒരു റിസർച്ച് പേപ്പർ ഉണ്ട് എന്നുള്ളതാണ്. MAയിലെ റിസർച്ച് ഉള്ള പേപ്പറുമുണ്ട്, റിസർച്ച് ഇല്ലാത്ത പേപ്പറുമുണ്ട്. എക്കണോമിക്സിനും ഒരു റിസർച്ച് പേപ്പർ ഉണ്ട്. എക്കണോമിക്സിന് ഫസ്റ്റ് ഇയറിലും ഉണ്ട്, സെക്കൻഡ് ഇയറിലും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ കുറച്ചും കൂടി ഊഷ്മളമായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ മുബീനെ ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. MSO ഉൾപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പ്, അതിൽ MA ഡെവലപ്മെന്റ് സ്റ്റഡി. ഈ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ വിഷയങ്ങളും ഒഴിവനുസരിച്ച് നിങ്ങൾ പഠിച്ചോളൂ. കാരണം എന്താണെന്ന് അറിയാമോ, അതെല്ലാം തന്നെ PSCക്ക് അഡ്വാൻസ്ഡ്, ഇപ്പൊ ഏത് ലെവലിലുണ്ടെങ്കിലും ഒരു ഡിസ്ട്രിക്ട് ലെവൽ ഉദ്യോഗസ്ഥരായിട്ട് വരുന്നതിന് IAS IFSനൊക്കെ വരുന്ന, നമ്മൾ സിവിൽ സർവീസ് എക്സാമിനേഷന് വരുന്ന കോർ കണ്ടന്റുകളാണ് ഈ പറഞ്ഞ എല്ലാ ഗ്രൂപ്പും. സോഷ്യോളജി ആയിക്കോട്ടെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, റൂറൽ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, സൈക്കോളജി ആയിക്കോട്ടെ, ഇതെല്ലാം ഈ IAS പ്രിലിമിനറി, അതുപോലെ തന്നെ ബാങ്ക് എക്സാമിനേഷൻ, അതുപോലെ നമ്മുടെ വേറെ ഒരു സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമിനേഷൻ, ഇതിനെല്ലാം ഏറെ ഗുണം കിട്ടുന്നതാണ്. അങ്ങനെ ഒരു ഡൈവേർജന്റ് തിങ്കിങ് കൂടി നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്. താങ്ക് യു. ദെൻ ഇനി വേറെ ഒരാൾ വളരെ നന്നായി അവതരിപ്പിച്ചു. താങ്ക് യു വൺസ് മോർ. യെസ്, താങ്ക് യു സർ. ഓക്കെ. ഇനി വേറെ ആരാണ്? ഹലോ സാറേ, MSW ആണ്, പറയാൻ പറ്റുമോ? ഓഫ് കോഴ്സ്, എന്തുകൊണ്ട് പറ്റില്ല? താങ്കൾക്ക് വളരെ ഭംഗിയായിട്ട് ഇതിൽ ജോയിൻ ചെയ്യാം. വന്നോളൂ. എന്റെ പേര് ഷംസീർ. ഞാൻ വടകര തന്നെയാണ്, വടകര സെന്ററിലാണ് പിന്നെ റീജിയണൽ സെന്റർ കിട്ടിയത്. അപ്പോ ഞാൻ നോക്കിയപ്പോ ഇതിൽ വേറെ ആരും MSW ഇട്ടതായിട്ട് കണ്ടിട്ടില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, MSWC ആണോ MSW ആണോ? MSW ആണ്. ഓക്കെ, MSWC ഇതിന്റെ ഉള്ളിലുണ്ട്. ഓക്കെ, അതുപോലെ MSWയും ഉണ്ട്. ഓക്കെ, എന്തായാലും കോഅഡ്മിനായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനൊരു പ്രവാസിയാണ്. ആക്ച്വലി ഇപ്പൊ നാട്ടിലുണ്ട്. കഴിഞ്ഞ ദുബായിലേക്ക് തിരിച്ചു പോകുന്ന ആളാണ്. അപ്പോ ഞാൻ ആദ്യമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ മൊത്തത്തിൽ എല്ലാവരെയും ഡാറ്റ കളക്ട് ചെയ്തിട്ട് അവരവരുടെ പ്രിഫേർഡ് ആയിട്ടുള്ള ടൈം ഉണ്ടാവും. ആ ടൈം നോക്കിയിട്ട് നമ്മൾ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ മാഷ് എന്തായാലും ഉണ്ടാവുമല്ലോ. നിങ്ങളെ പിന്നെ ഒരു അഡ്വൈസ് പ്രകാരം ഉള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനൊരു 0 ലെവലാണ് ഇത്. ആക്ച്വലി എനിക്കൊന്നും അറിയത്തില്ല. അപ്പൊ സാറിന്റെ ഒരു എല്ലാ അഡ്വൈസും ഉണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ചെയ്യാവുന്ന ഒരു കോൺഫിഡൻസ്. തീർച്ചയായും. അപ്പോ ഫുൾ നെയിം ഷംസീർ. ഓക്കെ, MSW. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, MSW, MSWC, അതുപോലെ തന്നെ MSc CFT, MAPC, ഈ 4ഉം ഫീൽഡ് വർക്ക് ജേണലും സൈക്കോളജി റിലേറ്റഡുമാണ്.
കൗൺസിലിംഗ് റിലേറ്റഡ് ആണ്. ഈ 4 ചേർന്നിട്ട് 30-ൽ പരം കുട്ടികൾ നമുക്കുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ഗ്രൂപ്പാണ് നമ്മൾ ഉള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞ രാധിക മിസ്സും, പക്ഷെ നിങ്ങൾ അതിന്റെ ഉള്ളിൽ തന്നെ ഒരു ഗ്രൂപ്പിന്റെ അകത്ത് ഒരു സബ് ഗ്രൂപ്പ് വെച്ചിട്ട് MSW ഡിസ്കസ് ചെയ്യാം. പക്ഷെ അതിൽ കോമൺ ആയിട്ട് വരുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഹൗ ക്യാൻ വി ഡീൽ ദ ഡിസർട്ടേഷൻ, ഹൗ ക്യാൻ വി റൈറ്റ് ദി പ്രോജക്ട്, വൈവയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അടുത്ത ഒരാൾ. ഹലോ സർ, നമസ്കാരം. ഞാന് BA പൊളിറ്റിക്കൽ സയൻസ് ആണ്. പറയാലല്ലേ? പറയാം, എന്താ സംശയം? ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ 10 വർഷം മുന്നേ എഡ്യൂക്കേഷൻ നിർത്തിയ ആളാണ്. അപ്പൊ വീണ്ടും തുടങ്ങുമ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ മുന്നേ പറഞ്ഞ പോലെ നിങ്ങൾ സാറിന്റെ കൂടെയും അതുപോലെ ഇപ്പോഴുള്ള സ്റ്റുഡൻസ് ചിലപ്പോൾ അതിനെക്കാട്ടിയും ഉറപ്പായിട്ടും അതിനെക്കാട്ടിയും മെച്ചൂർഡ് ആവും. അപ്പൊ അവരെ കൂടെ ഒക്കെ ഒരുമിച്ച് പഠിക്കാന്നുള്ളതാണ് എന്റെ മെയിൻ ഉദ്ദേശം. തീർച്ചയായും. അപ്പൊ അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ സാറിന്റെ കീഴിൽ എന്തെങ്കിലും കഴിയുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയി പെർഫോം ചെയ്യാൻ കഴിയും. കാരണം എനിക്ക് ഒരുപാട് ലീവ് ഉണ്ട് ഇവിടെ, 15 ഡ്യൂട്ടി. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ സാറിന്റെ നിരീക്ഷണത്തിൽ സാറിന്റെ കീഴായിട്ട് മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം. യൂസഫ് അലി, ഏതാണ് സബ്ജക്ട്? BA പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസും അതുപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും സോഷ്യോളജിയും, ഈ 3 ചേർത്തിയിട്ടാണ് നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഡിഗ്രിക്ക് വരുമ്പോൾ അതിൽ കുറച്ചും കൂടി ചുരുക്കി നമ്മൾ, കാരണം കുട്ടികൾ സോഷ്യോളജിക്ക് കുട്ടികൾ കൂടുതലാണ്, പൊളിറ്റിക്കൽ സയൻസിന് കുട്ടികൾ കുറവാണ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷന് വളരെ കുറവാണ്. ഓക്കെ, നിങ്ങൾ 3 ഗ്രൂപ്പ്. പക്ഷെ നമുക്കെല്ലാം ഇവിടെ കോമൺ ആയിട്ട് ചില പേപ്പറുകൾ ഉണ്ട്. ഇംഗ്ലീഷ് പേപ്പേഴ്സ് കോമൺ ആയിട്ട് വരും, സൈക്കോളജി പേപ്പർ, നമുക്ക് എൻറിച്ച്മെന്റ് കോർ പേപ്പേഴ്സ് വരും, ജനറിക് ഇലക്ട്രിക്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേപ്പർ വരും, സ്ട്രെസ് മാനേജ്മെന്റ്, എൻവയോൺമെന്റൽ സയൻസ്, ഇംഗ്ലീഷ്, അങ്ങനെയുള്ള കുറച്ച് കോമൺ പേപ്പേഴ്സുകൾ വരും. അവിടെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പറ്റുകയാണെങ്കിൽ ചെറിയ തരത്തിൽ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും യൂസഫ് അലി. തീർച്ചയായും നമുക്ക് ചെയ്യാം. ഓക്കെ, അത് ചെയ്യാം തീർച്ചയായിട്ടും. ഇനി ഒരാൾ, യൂസഫ് അലി BA പൊളിറ്റിക്കൽ സയൻസ്. ഓക്കെ, ദെൻ ഇനി ആരാണ്? നിഹാൽ.